പ്രശസ്ത പിന്നണി ഗായകൻ MG ശ്രീകുമാറിന്റെ സംഗീത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ആലപിച്ച അയ്യപ്പ ഭക്തിഗാനം ശാസ്താതീർത്ഥം സൂപ്പർ ഹിറ്റിലേക്ക് 4 വയസ്സുകാരി ശ്രാവണി മുതൽ 54 വയസ്സുള്ള രാജേഷ് കൃഷ്ണ വരെ ഗാനത്തിന് ശബ്ദം നൽകിയിട്ടുണ്ട്. ശബരിമല യാത്രയ്ക്ക് പോകുന്ന അയ്യപ്പ സംഘത്തിന് യാത്രാമധ്യേ ഇടത്താവളങ്ങളിൽ വെച്ചുണ്ടാകുന്ന അനുഭവങ്ങളാണ് ശാസ്താതീർത്ഥത്തിന്റെ ഇതിവൃത്തം. അരികിൽ, പൊന്നയ്യൻ, ഹന്തഭാഗ്യം, ജനാനാം തുടങ്ങി നിരവധി ഗാനങ്ങൾക്ക് ശേഷം ഉമേഷ് കുമാർ രചനയും സംഗീതവും നൽകി ആലപിക്കുന്ന ഭക്തിഗാനമാണ് ശാസ്താതീർത്ഥം. ഏറ്റവും പ്രായം കുറഞ്ഞ ബാലിക ശ്രാവണി മാളികപ്പുറമായി ആൽബത്തിൽ നിറഞ്ഞാടി. സോഷ്യൽ മീഡിയയിൽ വൈറലായ അമ്പൂരി കുമ്പിച്ചൽ കടവ് പാലത്തിന്റെ ദൃശ്യഭംഗി പശ്ചാത്തലമാക്കി ചിത്രീകരിച്ച ആദ്യ അയ്യപ്പ ഭക്തിഗാന ആൽബം എന്ന പ്രത്യേകതയും ശാസ്താതീർത്ഥത്തിനുണ്ട്. നെയ്യാറിന്റെ തീരത്തുള്ള പൂർണ്ണ പുഷ്കല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രവും അവിടുത്തെ മനോഹരമായ ഭൂപ്രകൃതിയുമാണ് ആൽബത്തിന്റെ പ്രധാന ആകർഷണം. പുറ്റിങ്ങൽ ആയിരവില്ലി ക്ഷേത്രത്തിലെയും ചിറക്കര ആയിരവില്ലി മഹാദേവൻ ക്ഷേത്രത്തിലെയും കാനന ഭംഗി ആൽബത്തിൽ പകർത്തിയിട്ടുണ്ട്. ചേന്നമത്ത് മഹാദേവ ക്ഷേത്രത്തിലെ രാത്രി ദൃശ്യങ്ങളും ഗാനത്തെ ഭക്തിസന്ദ്രമാക്കുന്നു. ഒരുപാട് നല്ല മുഹൂർത്തങ്ങളിലൂടെയാണ് ഈ ഗാന ചിത്രീകരണം നടന്നിരിക്കുന്നത്. ഇത് ചിത്രീകരിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിലാണ്. മാറനല്ലൂർ അരുവിക്കര ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം, പൂർണ്ണപുഷ്കല ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ആ ക്ഷേത്രവും പരിസരവും ഒക്കെ വളരെ മനോഹരമായി, നെയ്യാറിന്റെ തീരമാണ്, മനോഹരമായ ദൃശ്യഭംഗിയുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ നമ്മൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊല്ലത്തെ വിവിധ ക്ഷേത്രങ്ങൾ, അതുപോലെ തന്നെ കാവുകളൊക്കെ നമുക്കിതിന്റെ ഭാഗമായി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ദിനേശ് കൃഷ്ണന്റെ ദൃശ്യങ്ങൾ മികച്ച രീതിയിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നത് ഷാരിഷ് മോഹനാണ്. ഭക്തിയും ദൃശ്യഭംഗിയും സമന്വയിക്കുന്ന ആൽബത്തിന്റെ വിഷ്വൽ ഡയറക്ഷൻ നിർവഹിച്ചിരിക്കുന്നത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റും മാധ്യമപ്രവർത്തകനുമായ ലാൽ അഴകമാണ്. ഐശ്വര്യ S കുറുപ്പിന്റേതാണ് സ്റ്റോറി. സിജോ സ്റ്റീഫനാണ് ഓർക്കസ്ട്രേഷൻ. സജിത് വിശ്വനാഥാണ് കൊറിയോഗ്രാഫി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.